മാനവികതയുടെയും സ്നേഹത്തിന്റെയും സന്ദേശമായി ഉണ്ണിയേശു തിരുപ്പിറവിയെ വരവേറ്റ് ലോകം. പുൽക്കൂടും ക്രിസ്തുമസ് കരോളും ഒരുക്കി പള്ളികളിലും വിവിധയിടങ്ങളിലും ക്രിസ്തുമസ് ആഘോഷം കെങ്കേമമാക്കി. യേശുവിന്റെ ജനനദിനമായ ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിച്ചു. പുൽക്കൂടൊരുക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും ക്രിസ്മസ് മരങ്ങൾ അലങ്കരിച്ചുമൊക്കെയാണ് ലോകം ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിച്ചത്. മതപരമായ ആഘോഷങ്ങളെക്കാൾ മതേതരമായ രീതികൾക്കാണ് ഇന്ന് മിക്ക രാജ്യങ്ങളിലും പ്രാമുഖ്യം കാണുന്നത്. പരസ്പരം സമ്മാനങ്ങൾ കൈമാറിയും ബന്ധങ്ങൾ പുതുക്കിയും ആശംസാ കാർഡുകൾ അയച്ചും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമായ ക്രിസ്മസ് ആഘോഷത്തിലാണ് ലോകം. ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ക്രിസ്തുമസ് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ്. ക്രിസ്ത്യാനിയായി മാറിയ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഡിസംബർ 25-ന് തന്റെ സാമ്രാജ്യത്തിലെ ക്രിസ്തുമത വിശ്വാസികൾക്കും പേഗൻ മതവിശ്വാസികൾക്കും പൊതുവായ ഒരു ആഘോഷ ദിനമായി പ്രഖ്യാപിച്ചു എന്നതാണ് കരുതപ്പെടുന്നത്. ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട മിക്ക അനുഷ്ഠാനങ്ങളും ജർമ്മനിയിൽ നിന്ന് വന്നതാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ക്രിസ്മസ് മരം, പരസ്പരം സമ്മാനങ്ങൾ കൈമാറൽ എന്നിവയാണ് ഇതിനുദാഹരണം. മതപരമായ ആഘോഷങ്ങളെക്കാൾ മതേതരമായ രീതികളിലാണ് ഇന്ന് പലയിടങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. കേരളവും ഇതിന് മികച്ച ഉദാഹരണമാണ്. സാക്ഷര കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ നക്ഷത്രങ്ങൾ തൂക്കിയിടാത്ത വീടുകൾ കുറവായിരിക്കും. ക്രിസ്മസ് ആഘോഷത്തിന്റേതായി നടക്കുന്ന പുൽക്കൂടൊരുക്കൽ, നക്ഷത്ര വിളക്ക് തൂക്കൽ, ക്രിസ്മസ് ട്രീ അലങ്കാരം, സമ്മാനങ്ങൾ കൈമാറൽ, കരോൾ നൃത്തം തുടങ്ങിയ ആഘോഷങ്ങൾ വിവിധയിടങ്ങളിൽ നടന്നു. ന്യൂസ് ഡെസ്ക് NCV. പുതുമയണിഞ്ഞ് എടപ്പാൾ, കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.